എല്ലാം ഭാര്യയുടെ തലയിൽ വെച്ചിട്ട് CJ റോയ് യാത്രയായി. ഞാൻ പറയും CJ റോയ് ഒരു പഠിച്ച കള്ളനാണെന്ന്. അതായത് പോകുന്ന പോക്കിൽ കൃത്യമായി, അതായത് താൻ പോകും, താൻ മരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരാളാണ് എന്ന് കൃത്യമായി പ്ലാനിങ്ങോട് കൂടി ഡയറിയിൽ എല്ലാ കാര്യങ്ങളും എഴുതി റോയി കൃത്യമായി പ്ലാനിങ് ചെയ്തുള്ള ഒരു മരണം തന്നെയായിരുന്നു ഇത്. എല്ലാം ഭാര്യയ്ക്ക് അറിയാമെന്ന് പറയുമ്പോൾ കടങ്ങളില്ല എന്ന് കുടുംബം പറഞ്ഞ, ആരുടെയും ഭീഷണിയില്ല എന്ന് കുടുംബം പറഞ്ഞ വാദങ്ങളൊക്കെ വെറും കള്ളമാണ് എന്ന് പൊളിഞ്ഞു വീഴുകയില്ല. മാത്രമല്ല ഈ മാനേജിംഗ് ഡയറക്ടർ ജോസഫിന്റെ ചില മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. ജോസഫ് കള്ളം പറയുകയാണോ? എന്തായാലും ആത്മഹത്യ ചെയ്യാൻ CJ റോയ് വളരെ മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഡയറിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി പറഞ്ഞാൽ 7 മുതൽ 9 വരെ പേജ് വരുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ ഒരു കുറിപ്പ് സ്വന്തം കൈപ്പടയിൽ എഴുതിയതാണ്. അതിനകത്ത് പറയുന്നുണ്ട് ഈ സ്ഥാപനം എങ്ങനെയാണ് വളർന്നു വന്നത്, ഇവിടുത്തെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, അവരുടെ കഠിനാധ്വാനം, അവരുടെ ആ ശ്രമങ്ങൾ, സ്ഥാപനത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അതുകൊണ്ട് തന്നെ താൻ ഇല്ലാതായാലും അവരെ ഒരു കാരണവശാലും ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കരുതെന്ന് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് ആരെങ്കിലും അവരെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെന്ന് വേണമല്ലേ നമ്മൾ വേണം. കാരണം ഇദ്ദേഹത്തിന് ഒരു ചരിത്രം കൂടി നമ്മൾ നോക്കണം. CJ റോയ് എന്ന് പറയുന്നത് മറ്റൊരാളുടെ കൂടെ നിന്നിട്ട് ഈ റിയൽ എസ്റ്റേറ്റ് പഠിച്ചു വളർന്നതാണ്. ഈ പഠിച്ചു വളർന്നപ്പോൾ ഒപ്പം നിന്ന ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. ഈ നമ്പൂതിരിയെ ഒരുപക്ഷെ ഈ CJ റോയ് ചതിച്ചതാണ് ഈ പറയുന്ന അയാളുടെ വളർച്ചയ്ക്ക് തന്നെ നിദാനമായി മാറിയത്. ചതിച്ചു എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ കയറി ചതി നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അത്ര ഒരു ചതിയോടുകൂടി ഈ നമ്പൂതിരി പൂർണ്ണമായിട്ടും നാശം, അയാളുടെ ബിസിനസ് തകർത്തായിരിക്കണമായി. മാത്രമല്ല ഇയാളുടെ ബിസിനസ് തകർക്കുമെന്ന് CJ റോയ് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ നടന്നു. പിന്നീട് ഇയാൾ ഏതാണ്ട് 6000 രൂപയ്ക്ക് വാങ്ങിയ വസ്തു പിന്നീട് വലിയ വിലയ്ക്ക് വിറ്റു. 2 കോടി 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വസ്തു 630 കോടി രൂപയ്ക്ക് പിന്നീട് CJ റോയ് വിറ്റു. അപ്പൊ എന്തുമാത്രം പണം ഉണ്ടാക്കി. അപ്പൊ പണം ധാരാളം ഉണ്ടാക്കിയെങ്കിലും തീരെ സമാധാനം CJ റോയ്ക്ക് ഉണ്ടായിരുന്നില്ല. CJ റോയ് നഗരത്തിലൂടെ സഞ്ചരിച്ചാൽ കുറഞ്ഞത് 15 ബോഡി ഗാർഡ്സുകൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി താമസിച്ചാൽ ഹോട്ടലിൽ ഒരു ഫ്ലോർ ഫുള്ളായിട്ട് അങ്ങ് ബുക്ക് ചെയ്യും. എന്നിട്ട് CJ റോയ് താമസിക്കുന്ന റൂമിൻ്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം തന്നെ ബോഡി ഗാർഡ്സിനെ താമസിക്കും. ഇദ്ദേഹത്തിന് മുകളിലേക്ക് പോകണമെങ്കിലും താഴേക്ക് വരണമെങ്കിലും ഒരു ലിഫ്റ്റ് എക്സ്ക്ലൂസീവായിട്ട് നൽകണം. എങ്കിൽ മാത്രമേ ആ ഹോട്ടലിൽ താമസിക്കൂ. അതായത് താൻ പോകുന്നിടത്തെല്ലാം തന്നെ ആരോ പിന്തുടരുന്നുണ്ട്, തന്നെ ആരെങ്കിലും കൊല്ലും എന്നുള്ള ഭയം റോയിയെ വേട്ടയാടിയിരുന്നു. മനസ്സുകൊണ്ട് അങ്ങനെ തന്നെ വേണം കരുതാൻ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ? ഇത് എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കാൻ കഴിയും തൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി. മാത്രമല്ല എല്ലായ്പ്പോഴും ഒരു കറുത്ത ബ്രീഫ് കേസ് കൊണ്ട് നടക്കും. അതിനകത്ത് സൈലൻസർ പിടിപ്പിച്ചിട്ടുള്ള ഒരു ഗണ്ണും കൊണ്ട് നടക്കും. അപ്പൊ തനിക്ക് ജീവന് ഭീഷണി ഉണ്ടെന്ന് എപ്പോഴൊക്കെയോ CJ റോയ് മനസ്സിലാക്കി കഴിഞ്ഞു. മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ, മാധ്യമങ്ങളിലൂടെ ഒരു ഹൈപ്പ് സൃഷ്ടിച്ചുകൊണ്ട് സ്വയം വളരാനായിട്ട് CJ റോയ് ശ്രമിച്ചു. ഈ റോയ് ശ്രമിച്ചതെന്ന് മാത്രമല്ല മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ പരസ്യവും നൽകും. എന്തിനാണ് ഈ പരസ്യം നൽകുന്നത് അറിയോ? മാധ്യമങ്ങൾ തനിക്കെതിരായിട്ട് ഒരു കാരണവശാലും വാർത്തകൾ നൽകുകയോ തനിക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുകയോ ചെയ്ത് അവരെ ചേർത്ത് പിടിക്കും. ദൃശ്യമാധ്യമങ്ങളെയും പ്രിന്റ് മീഡിയയും ഒരുപോലെ കൈകാര്യം ചെയ്ത CJ റോയ് സോഷ്യൽ മീഡിയയിലും വലിയൊരു ഹൈപ്പ് സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ധാരാളം പണം ചെലവാക്കി. എന്നിട്ട് ഈ ആത്മഹത്യാക്കുറിപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇതിനകത്ത് എഴുതിയേക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ഇല്ലാതെ ആയാൽ ഈ സ്ഥാപനം ആര് നയിക്കണം, ആര് മുന്നോട്ട് കൊണ്ടുപോകണം, ഈ സ്ഥാപനത്തിന് എത്രത്തോളം ബാധ്യതയുണ്ട്, എത്രത്തോളം പണം കിട്ടാനും കൊടുക്കാനുമുണ്ട്, ഈ കണക്കുകൾ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു ഇതെല്ലാം തന്നെ എൻ്റെ ഭാര്യയ്ക്കറിയാം, ഭാര്യയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് ഞാൻ അറിയിച്ചിട്ടുണ്ടെന്നും അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്നും എഴുതി വെക്കുന്നു. എന്ന് പറഞ്ഞാൽ താനില്ലാതെ ആയാൽ ചോദ്യശരങ്ങൾ മുഴുവൻ ഭാര്യയുടെ മുന്നിലേക്ക് വരണം. അപ്പോൾ മകനെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. ഭാര്യയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഈ ഇരുട്ടിനെ ഭയന്ന് കഴിയുന്ന CJ റോയ് എപ്പോൾ വേണമെങ്കിലും ആത്മഹത്യക്ക് തയ്യാറായി നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നു. എന്തിനാണ് ഒരാൾ ആത്മഹത്യക്ക് തയ്യാറാകുന്നത്? ബംഗളൂരുവിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബിസിനസ് സാമ്രാജ്യം കുറച്ചുകൂടി വിപുലപ്പെടുത്താനായിട്ട് ദുബായ് പോലെയുള്ള ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ചില ശ്രമങ്ങൾ നടത്തുന്നു. സിനിമാ താരങ്ങളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവാദമായ ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നു. ഈ പാർട്ടിയിൽ ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതിനിടയിൽ വിദേശത്തെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ എവിടെയൊക്കെയോ ചില പാളിച്ചകൾ ഉണ്ടാകുന്നു. ഈ പാളിച്ച ഒരുപക്ഷെ CJ റോയിയെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് വലിക്കുന്നതിന് കാരണമാകും. പക്ഷേ സ്വയം സൃഷ്ടിച്ചെടുത്ത ഒരു ഇമേജിൽ നിന്ന് പുറത്തു ചാടാൻ CJ റോയ്ക്ക് പറ്റില്ല. മാരുതി 800 മുതൽ റോൾസ് റോയ്സിൻ്റെ വലിയ ശേഖരം വരെയുള്ള റോയ്ക്ക് വലിയ സാമ്പത്തിക പിന്തുണയുണ്ടെന്ന് പറയുമ്പോഴും വിദേശ രാജ്യങ്ങളിൽ നടത്തിയ നിക്ഷേപത്തിൽ എവിടെയൊക്കെയോ കാലിടറി എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഈ റോയി എന്ന് പറയുന്നത് ആഡംബരത്തിന്റെ അവസാന വാക്കെന്നാണ് പലരും പറയുന്നത്. അതായത് ഇത് അയാൾ സ്വയം മരിച്ച ഒരു മരണം. അതായത് തനിക്കിനി നിക്കക്കളിയില്ല, കാരണം പിന്നെ തനിക്ക് കടമില്ല, ബാധ്യതയില്ല, ബാങ്ക് ലോൺ ഇല്ല എന്നൊക്കെ ഒരു പുറം മോടിക്ക് റോയി പറഞ്ഞതാണ്. റോയിക്ക് കടങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്.
റോയിയുടെ ഫണ്ടിങ്ങിൽ ചില പിന്നെ എന്താ പൊരുത്തക്കേടുകളുണ്ട്. മാത്രമല്ല ഈ കോൺസുലർ പദവി എന്ന് പറയുന്ന സ്ലോവാക്യ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം, നമ്മുടെ 55,000-ഓളം പേര് ആളുകൾ ജനസംഖ്യയുള്ളൂ. ഈ സ്ലോവാക്യ എന്ന് പറയുന്നത് നയതന്ത്രമായി ഇന്ത്യയുമായി ഒരു തരത്തിലും ചെറിയ രീതിയിൽ നയതന്ത്ര ബന്ധം മാത്രമുള്ള ഒരു രാജ്യം. ആ രാജ്യത്തിന്റെ കോൺസുലർ എന്ന പദവി പണം കൊടുത്ത റോയി എന്തിനാണ് വാങ്ങിയത്? ഈ ആകെക്കൂടെ ആ ഒരു പദവി കൊണ്ട് റോയിക്കുള്ള ഗുണം എന്ന് പറയുന്നത് ഗ്രീൻ ചാനൽ വഴി പോകാനും വരാനുമുള്ള പാസ്പോർട്ട്. അതാണ് ആകെക്കൂടെ അയാൾക്ക് നാട്ടിൽ ബോർഡ് വെച്ച് നടക്കാം. ഇതാണ് ആകെക്കൂടെയുള്ള പ്രയോജനം. അപ്പൊ ഗ്രീൻ ചാനൽ വഴി നമുക്ക് സ്വർണം കടത്താം, പണം കടത്താം, ആയുധം കടത്താം, മനുഷ്യക്കടത്ത് നടത്താം, അങ്ങനെ എന്തും ചെയ്യാം എന്നാണ് പലരും പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ റോയി ആ തരത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇത് ജനങ്ങൾ ചോദിക്കുന്നതാണ്, നമ്മളല്ല. സോഷ്യൽ മീഡിയ മുഴുവൻ തുറന്നാൽ ഈ പല കാര്യങ്ങളും ആളുകൾ എഴുതിയും പോസ്റ്റിലൂടെ ഒക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഭാര്യയുടെ തലയിൽ വെച്ചിട്ടാണ് റോയി പോയത്. മാത്രമല്ല ഈ റോയിയുടെ വിദേശ നിക്ഷേപങ്ങളിൽ എവിടെ നിന്നാണ് റോയിക്ക് ഇത്രയും ഫണ്ട് വന്നത്? ആ ഫണ്ട് എങ്ങനെയാണ് വിനിയോഗിച്ചത്? ആരാണ് ഫണ്ട് കൊടുത്തത്? ഒരു പ്രതിസന്ധി ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ ഏതെങ്കിലും ഏജൻസികളോ ഏതെങ്കിലും രാജ്യവിരുദ്ധ ശക്തികളോ റോയിക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഇസ്ലാമിസ്റ്റുകളുമായി റോയിക്ക് ബന്ധമുണ്ടോ? സാമ്പത്തികമായ ഇടപാടുകളുണ്ടോ? ഇങ്ങനെ പല കാര്യങ്ങളും അന്വേഷണ വിധേയമായി മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ റോയിയെ സംബന്ധിച്ചിടത്തോളം അത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. 2019 മുതൽ യൂറോപ്പിയനിലെ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളാണ് ഇന്ത്യൻ കുറ്റാന്വേഷണ ഏജൻസികളോട് റോയിയെക്കുറിച്ച് മാത്രമല്ല 6 കമ്പനികളെ കുറിച്ചാണ് അവർ വിവരം നൽകിയത്. ഈ 6 കമ്പനികളിൽ 4 കമ്പനികളാണ് ഇവർ പരിശോധിച്ചത്. ആ 4 എണ്ണത്തിൽ ഒരാൾ റോയിയാണ്. ബാക്കി 3 പേർക്കും ആത്മഹത്യ ചെയ്തിട്ടില്ല. 3 പേരെ കുറിച്ച് ഒരു വിവരവുമില്ല, ഒരു പ്രശ്നവുമില്ല. അതായത് ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കുമെന്നും ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നടക്കുമെന്നും അതിലൂടെ തൻ്റെ ഇമേജിനെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളതും യാഥാർത്ഥ്യമായി റോയിക്ക് അറിയാമായിരുന്നു. അപ്പോഴും ഉള്ളൊരു ചോദ്യം, ഈ ഒരു വ്യവസായി ഈ റോയി മരിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, ആ അഭിമാനക്ഷതമേറ്റാൽ പിന്നെ മരണം ആണ് ഉണ്ടാവുക എന്നുള്ളത്. തിരഞ്ഞെടുക്കാം. എന്ത് അഭിമാനക്ഷതമാണ് റോയിക്ക് ഏറ്റത്? ഇവിടെ ഒരു പ്രശ്നം മനസ്സിലാക്കേണ്ട കാര്യം അറിയാം, ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വന്ന് റെയ്ഡ് ചെയ്യുന്നതുകൊണ്ടോ ED വന്ന് റെയ്ഡ് ചെയ്തതുകൊണ്ടോ ഒരാൾക്ക് അപമാനം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഗോകുലഗോപാലൻ എത്ര പ്രാവശ്യം അപമാനിതനായും ആത്മഹത്യ ചെയ്യണം, എത്ര തോക്കുപയോഗിച്ച് വെടിവെച്ച് കൊല്ലണം, അങ്ങനെ ഇപ്പോഴും കള്ളിയായിട്ട് നടക്കുക, ഒരു പ്രശ്നവും ഇല്ല. സിനിമയിൽ അഭിനയിക്കുന്നു, സിനിമകൾ എടുക്കുന്നു, മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്നു, കൂളായിട്ട് കൈകാര്യം ചെയ്തു. കാരണം അവിടെ ഭയപ്പെടാനില്ല എന്നുള്ളതൊരു കാര്യം. കാരണം ഈ രാജ്യദ്രോഹ വിരുദ്ധമായ പണങ്ങൾ വാങ്ങുന്നവർക്കാണ് ബിസിനസ്സിൽ. റോയി അങ്ങനെ വാങ്ങിയെന്നല്ല പറയുന്നത്, അങ്ങനെ ഭയപ്പെടാനുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വന്ന് അന്വേഷണം നടത്തുന്നുണ്ടല്ലോ, 6 വർഷമായിട്ട് ഇയാൾ റഡാറിലാണല്ലോ. ആ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും CJ റോയിക്കും അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് ബംഗളൂരുവിലെ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കാതെ കേരളത്തിൽ നിന്നുള്ള അന്വേഷണ സംഘത്തെ അവിടേക്ക് അയക്കുന്നത്. അന്വേഷണ സംഘം അവിടെ പരിശോധന നടത്തുന്നു. പക്ഷേ ഈ പരിശോധന നടത്തിയതിന് ശേഷം പിന്നീട് വന്ന നാരേറ്റീവ് ശ്രദ്ധിക്കണം. അതായത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ CJ റോയിയുടെ സാമ്രാജ്യം തകർക്കാനായിട്ട് ശ്രമിക്കുന്നു. CJ റോയിയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. അതിൽ മനംനൊന്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഈ കഥ മെനഞ്ഞെടുത്തിൽ പ്രധാന വ്യക്തി എന്ന് പറയുന്നത് അവരുടെ MD ആയ ജോസഫാണ്. ജോസഫ് പറയുന്നു, ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് 3 മണിയോടുകൂടി CJ റോയി ഓഫീസിലേക്ക് വരുന്നു. ഇത് കോൺസൾട്ട് ഓഫീസ് കൂടിയാണ്. 3 മാസമായിട്ട് കോൺസൾട്ട് ഓഫീസ് പ്രവർത്തിക്കുന്ന ഈ ഹെഡ് ഓഫീസിൽ CCTVകൾ പോലും പ്രവർത്തിക്കുന്നില്ല. എന്നിട്ട് 3:15 CJ റോയി ആത്മഹത്യ ചെയ്യുന്നു. ഇതിന് സമാനമായ കഥ സഹോദരനായ CJ ബാബുവും പറയുന്നു. പക്ഷേ ഓഫീസിലുള്ള മറ്റു ചില ഉദ്യോഗസ്ഥരും മറ്റ് ജീവനക്കാരൊക്കെ പറയുന്നത് 2 മണിയോടുകൂടി CJ റോയി ഓഫീസിലെത്തിയതാണ്. ഈ പറയുമ്പോൾ മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ പരസ്പര വിരുദ്ധമായ വിശ്വസിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ എന്തിനാണ് MD ആയിട്ടുള്ള ജോസഫ് പറയുന്നത്? ഇത് മാത്രമല്ല, ഒന്ന് ഇടപെടുകയാണ്. ഈ ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഇതിലൊരു മെസ്സേജ് അയച്ചു, ടു മച്ച് ട്രബിൾ. എന്താണ് ആ ടു മച്ച് ട്രബിളിന്റെ അർത്ഥം? ഈ ട്രബിൾ ആണല്ലോ ഇവിടുത്തെ പ്രശ്നം മുഴുവൻ. അതായത് ഇത്രയും നാൾ താൻ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം, തന്റെ ഇമേജ് ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ തകർന്നു പോകുന്നു. ഈ തകർന്നു പോകുമ്പോൾ താൻ പണം സമ്പാദിച്ച രീതിയോ തന്റെ ഇടപാടുകളോ തന്റെ
പാർട്ട്നേഴ്സോ രാജ്യത്തിന് വിരുദ്ധമായ നിലപാടെടുക്കുന്ന ആളുകളാണെങ്കിലോ അത് വലിയ അപകടകരമാണ്. മാത്രമല്ല ദുബായ് പോലെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഒരു വമ്പൻ പാർട്ടി നടത്തുന്നു. ഈ ദുബായ് പോലെയുള്ള സ്ഥലത്ത് നടത്തുന്ന പാർട്ടിയിൽ നമുക്കറിയാലോ ദാവൂദ് ഇബ്രാഹിം പോലും ചില കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തായിട്ടുള്ള വാർത്തകൾ പുറത്തുവരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശത്രു രാജ്യത്തെ ആൾക്കാർ പോലും ഇത്തരം പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? അതൊരു പക്ഷേ ഈ പറയുന്ന റോയി അറിയണമെന്ന് പോലും ഇല്ല, റോയി ഹോസ്റ്റ് ചെയ്യുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അറിയാത്ത ഒരു പാർട്ടിയിൽ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ രാജ്യാന്തര തലത്തിലുള്ള അന്വേഷണ സംഘം ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നു. എന്നിട്ട് ഇന്ത്യയിലെ അന്വേഷണ സംഘത്തെ വിവരം അറിയിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന ഒരു മീനല്ല CJ റോയി. അപ്പോൾ ആ CJ റോയെ നിങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷണം നടത്തണം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷണം നടത്തുന്നത്. CJ റോയ് ധാരാളം സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആളായതുകൊണ്ട് രാഷ്ട്രീയക്കാരുമായി ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധമുണ്ട്. എത്രയൊക്കെ കുരുക്കിട്ട് മുറിക്കാലും ചെറിയ ചെറിയ ലൂപ്പ് ഹോളുകൾ ഉണ്ടാകാം. അതുവഴി കാര്യങ്ങൾ റോയിലേക്ക് എത്താം. അതുകൊണ്ടാണ് ഡയറിയിൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചേക്കുന്നത്. അതായത് തൻ്റെ ഇടപാടുകളെക്കുറിച്ച് തൻ്റെ ബാധ്യതകളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഭാര്യയ്ക്ക് അറിയാം. ഒരു അവസ്ഥയിൽ CJ റോയ് എല്ലാ കാര്യങ്ങളും ഭാര്യയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അഭിമാനക്ഷതമുണ്ടായ സമയത്ത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് അദ്ദേഹം കരുതുന്നു. എപ്പോഴും ഒരു ബ്രീഫ് കേസിൽ ഈ പറയുന്ന സൈലൻസർ ഘടിപ്പിച്ച ഗൺ കൊണ്ടു നടക്കുന്നു. ഈ സൈലൻസർ ഘടിപ്പിച്ച ഗണ്ണുമായിട്ട് അല്ലെങ്കിൽ ആ ബ്രീഫ് കേസുമായിട്ട് ഓഫീസ് മുറിയിലേക്ക് പോയി 15 മിനിറ്റോളം അദ്ദേഹം അവിടെ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് മറ്റാരും തടയാൻ ശ്രമിച്ചില്ല, എന്തെങ്കിലും മറ്റ് അന്വേഷണം നടത്തിയില്ല? മാത്രമല്ല ഇത്രയും വലിയ ഓഫീസിൽ 3 മാസമായിട്ട് CCTV പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫയലുകളുടെയോ മറ്റ് സാധനങ്ങളുടെയോ കാര്യങ്ങൾ അറിയാൻ പാടില്ല, അവിടെ വന്നു പോകുന്ന വ്യക്തികളെ കുറിച്ച് ആരും അറിയാൻ പാടില്ല എന്നതൊക്കെ തീരുമാനിച്ചു. അപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘം തന്നെ തേടി എത്തുകയാണെങ്കിൽ ആ അവസരം പിന്നീട് തൻ്റെ വിദേശത്തുള്ള പല ബന്ധങ്ങളിലേക്കും വിരൽ ചൂണ്ടുമെന്ന് CJ റോയ് ഭയപ്പെട്ടു. ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഇപ്പോൾ ആത്മഹത്യ ചെയ്തായിരിക്കാം. ടു മച്ച് ട്രബിൾ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. എന്ത് ട്രബിളാണ്? സാമ്പത്തികമായ പ്രതിസന്ധിയാണോ, അതല്ലെങ്കിൽ ഇയാൾ ചെയ്ത ബിസിനസ്സിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായോ? ഇതൊന്നും അല്ലല്ലോ, മറ്റെന്തോ ദുരൂഹത എന്നല്ലേ പറയുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള മറുപടി ഒരുപക്ഷെ CJ റോയിയുടെ സഹോദരനേക്കാൾ അറിയാവുന്നത് ഭാര്യയ്ക്കാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവർ അതൊക്കെ പുറത്ത് പറയുമെന്നുള്ളത്. എന്തായാലും പോയ പോക്കിന് CJ റോയ് ഭാര്യയ്ക്കും ഒരു പണി കൊടുത്തിട്ടാണ് പോയത്. കാരണം ഇനി എന്നോട് ചോദിക്കാൻ പറ്റില്ല, ബാക്കി കാര്യങ്ങളൊക്കെ അവൾക്കറിയാം, അവളോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്നുള്ളത്. പിന്നെ അന്വേഷണ ഏജൻസികൾക്ക് ഇത്തരം ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ റോയിയുടെ സാമ്പത്തികത്തെക്കുറിച്ച് അന്വേഷിക്കും. അവർക്ക് മരിച്ചുപോയതിൽ അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ ഫണ്ടിനെ കുറിച്ച് അവർ കൃത്യമായി അന്വേഷിക്കും. ഒരുപക്ഷെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ അടിവേര് വരെ തുരന്നു പോകാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടാകും.